പ്രാർത്ഥിച്ച് എല്ലാ മരണ ഭീതികളും വിട്ടുപോകട്ടെ. എല്ലാ സാമ്പത്തിക ഭയങ്ങളും വിട്ടുപോകട്ടെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ ഹൃദയത്തിൽ ദൈവാത്മ പറയുന്നു, നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾക്ക് ഭയമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് നിങ്ങൾക്ക് ഭയമുണ്ട്. അവരുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് നിങ്ങൾക്കൊരു ഭയമുണ്ട്. ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. പേടിക്കരുത്. എനിക്ക് ആ മോളെ തന്നത് ദൈവമാണെങ്കിൽ, എനിക്ക് ആ മോനെ തന്നത് ദൈവമാണെങ്കിൽ, എനിക്ക് ഈ കുഞ്ഞിനെ തന്നത് ദൈവമാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ, എന്റെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കണം. ഉറച്ചു വിശ്വസിക്കണം. ഉറച്ചു വിശ്വസിക്കണം. ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഉറക്കെ ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് ഒരാളിലുണ്ടെങ്കിൽ അവനിൽ പ്രധാനമായി കാണുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിലുള്ള ധൈര്യം. ഇത് വായിക്കണം, ഇത് തുറക്കണം, ഇത് അനുസരിക്കണം, ഇത് ധൈര്യത്തോടെ പ്രസ്താവിക്കണം. അപ്പൊ ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. അപ്പം പരിശുദ്ധാത്മാവ് ഉള്ളവരിൽ ഒരു നാണം കടത്തില്ല. സുവിശേഷം പറയും, അവരുടെ കൂടെ ഉള്ളവരോട് സുവിശേഷം പറയും, അവരുടെ കുടുംബത്തിലുള്ളവരോട് സുവിശേഷം പറയും, ഉറപ്പായിട്ടും പറയും. അവരെവിടെ ചെന്ന് നിന്നാലും കർത്താവിന്റെ സ്നേഹം പറയും. എന്നെ വിടുവിച്ച ദൈവം നിന്നെ വിടുവിക്കുമെന്ന് പറയും. ഉറപ്പായിട്ടും പറയും. ഞാൻ സുവിശേഷം പറഞ്ഞ നിമിത്തം ഈ ചർച്ചിലേക്ക് ചിലർ വന്നിട്ടുണ്ട് എന്നുള്ളവരുടെ കൈ ഉയർത്തിയേ. ഉറപ്പാണ്, ദൈവത്തിന്റെ ആത്മാവ് ഒരാളിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വചനം വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വചനം വായിച്ചില്ലെങ്കിൽ ഈ കരയ്ക്കെടുത്തിട്ട് മീനെ പോലെയാണ്. വചനം ആത്മാവിന്റെ ഭോജനമാണ്, ആത്മാവിന്റെ ഭക്ഷണമാണത്. ഹല്ലേലൂയ. ചേർന്ന് ആമീൻ പറഞ്ഞേ. വചനം വായിക്കാതിരിക്കാൻ പറ്റില്ല, വചനം കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആ ഒരു സ്പിരിച്വൽ പ്രസൻസിൽ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങ് പാട്ടും പാടി ബൈബിളും വായിച്ച് നടക്കുക എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ അവര് ഓരോ ദിവസവും ആ മന്ന പെറുക്കും. അന്നുള്ള മന്ന പെറുക്കണം. ഞാൻ സഭയോട് പറയുന്ന അന്നുള്ള മന്ന പെറുക്കണം. ഒന്ന്, നിങ്ങൾ സുവിശേഷം അറിയിക്കണം. ദൈവവചനം പരിശുദ്ധാത്മാവുള്ളവർ ധൈര്യത്തോടെ പ്രസ്താവിക്കും. മോനെ, രണ്ടാമത് ഒരു കാര്യം കൂടെ പറയാം. റോമർ 5:5 പരിശുദ്ധാത്മാവുള്ളവരുടെ രണ്ടാമത്തെ ലക്ഷണം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. അപ്പൊ പരിശുദ്ധാത്മാവുള്ള ആളുകളിൽ രണ്ടാമത് കാണുന്ന കാര്യം എന്നാ? പറ, ദൈവത്തിന്റെ സ്നേഹം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കണ്ടേ? അപ്പൊ ഞാൻ പറയുന്നത് ഈ പുറമേ കാണിക്കുന്നതൊന്നുമല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം ക്ഷമിക്കും, സ്നേഹം ദയ കാണിക്കും, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം ദോഷം കണക്കിടുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം കലക്കം ഉണ്ടാക്കുന്നില്ല, സ്നേഹം സ്പ്ലിറ്റ് ചെയ്യിക്കുന്നില്ല. അപ്പൊ നിന്റെ മേലുള്ള സ്പിരിറ്റ് എന്താന്നുള്ളത് നീ തിരിച്ചറിയണം. ചേർന്ന രാമീൻ പറഞ്ഞു. സ്തോത്രം. പരിശുദ്ധാത്മാവുള്ളവരിൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവുള്ള എല്ലാവർക്കും സ്നേഹവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സ്ഥിതി? ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവുള്ള എല്ലാവർക്കും ഈ സ്നേഹവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സ്ഥിതി? ഓ ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, പരിശുദ്ധാത്മാവ് ഒരാളിൽ ഉണ്ടെങ്കിൽ അവനിൽ പ്രധാനമായി കാണുന്ന സ്നേഹം. നിങ്ങളുടെ കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സ്നേഹമാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ആ സ്നേഹം സകലത്തെയും അതിജീവിച്ചിരിക്കും. സ്നേഹത്തിനകത്ത് ക്ഷമ ഉറപ്പായിട്ടുമുണ്ട്. സ്നേഹത്തിനകത്ത് വിട്ടുകൊടുക്കലുണ്ട്.
ആരും മിണ്ടുന്നില്ലല്ലോ. Amen. ഹല്ലേലൂയ. സ്നേഹം ഒരിക്കലും രണ്ടാക്കത്തില്ല, ഒരിക്കലും രണ്ടാക്കത്തില്ല. സ്നേഹം എപ്പോഴും ഒന്നിപ്പിക്കുന്നതാണ്. Amen. പരിശുദ്ധാത്മാവുള്ള നിങ്ങളിൽ ഒന്നാമത് വേണ്ടത് ദൈവവചനം പ്രസ്താവിക്കാനുള്ള ക്രിസ്തുവിലുള്ള ധൈര്യം. Amen. പരിശുദ്ധാത്മാവുള്ള നിങ്ങളിൽ എന്നിൽ രണ്ടാമത് വേണ്ടത് കർത്താവിന്റെ സ്നേഹം.